തുണിയോട് മടക്കല്ല. എന്താ മെച്ചീനെ തുടങ്ങി അവൻ. നിനക്ക് തുണി മടക്കാന്ന് കണ്ടറിഞ്ഞൂടെ? തുണി മടക്കാന്ന് എന്തെങ്കിലും ചോദിക്കണേ. എന്താ പറ്റിയേ? പിന്നില് കിടന്നോണ്ട് ചോദിക്കണതേ ഇവിടെ ഉണ്ട് കേട്ടാ. എന്താ പറ്റിയേ? കിളിയില് 2 ദിവസമായിട്ട് ഭയങ്കര വേദനയാ. ബാക്കിൽ ഒരു വിലക്കം പോലെ വരണേ. വിലങ്ങിയതാണോന്നറിയില്ല, അതോ വേറെ എന്തെങ്കിലും ആണോന്നറിയില്ല. വിലക്കം പോലെ തോന്നണേ. ഒരു ചൂടാ. അതുപോലെ കാലിൻ്റെ പാദത്തുമ്മലും വേദനയുണ്ട്, ചെറുതായിട്ട് നീരുണ്ട്. അപ്പോൾ ഡോക്ടർ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. ഇനിയിപ്പോൾ ഡോക്ടറെ നാളെ അത് കാണിക്കണം. പിന്നെ വൈറ്റമിൻ D3 പറഞ്ഞു. വൈറ്റമിൻ D3 ചെറുതായിട്ട് 18-30 തൊട്ടാണ് വേണ്ടത്. 18.1 ഉള്ളൂ. പിന്നെ ഇതെല്ലാവർക്കും കുറവായിരിക്കും വൈറ്റമിൻ D3. എന്താ പറ്റിയേ? എടാ അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് നല്ല വേദനയുണ്ട് ഇവിടെ ബാക്കിൽ. എന്നാലും ഞാൻ നിന്നെ മറ്റേ എന്താ പറയുക കുളിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ പറയണ്ടേ, ഞാൻ കുളിപ്പിക്കാൻ സമ്മതിക്കായിരുന്നോ? നമ്മൾ പറയാണ്ടെല്ലാം ചെയ്ത് എനിക്ക് എങ്ങനെ അറിയാം? നിൽക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇരുന്നിട്ട് തന്നെ മടക്കണേ. അപ്പം അങ്ങനെ കുളിപ്പിക്കേണ്ട ആവശ്യം വേനൽക്കാലത്ത് കുളിപ്പിക്കാതെ എങ്ങനെ? വേദന നോക്കി ഞാൻ എൻ്റെ വേദന നോക്കിയിരുന്ന അവൻ്റെ കാര്യം എന്തായിരിക്കും? വേനൽക്കാലത്ത് കുളിപ്പിക്കാതെ പറ്റൂ? എന്തൊരു ലൈറ്റ് സാരില്ല, കുളിപ്പിക്കൊന്നും വേണ്ടായിരുന്നു. വേദന മാറണ വരെ എന്ത് നോക്കണേ? പുണ്യാളൻ വന്നേക്ക് കുളിപ്പിക്കൊന്നും വേണ്ട അമ്മ, വേദന മാറണവരെ. ചൂട്ടത്തല്ലടാ കുളിക്കാതെ എങ്ങനെയാ വേർപ്പ് ശരീരത്തിൽ? ഫാൻ ഇടുന്ന പോലെയാണോ സംഭവങ്ങൾ? ഫാൻ ഇട്ടുകൊണ്ട് മാത്രം തുടപ്പിച്ചാൽ മതി. മുക്കി തുടക്ക വെള്ളം പിഴിഞ്ഞിട്ട് എത്ര മുക്കി തുടച്ചാലും അത് വൃത്തിയാകൊന്നുമില്ല. അപ്പോൾ സാരി ഇപ്പോൾ വയ്യായി വന്ന് എന്താ ചെയ്യുക? വയ്യായി വന്നപ്പോൾ ചൂടൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ? വർഷക്കാലാണ്. ഇപ്പോൾ 2 ദിവസം കുളിപ്പിച്ചില്ലേലും നന്നായി മുക്കി തുടപ്പിച്ചാൽ മതി. ഡ്രസ്സ് മാറ്റിയാൽ സമ്മതിക്കില്ല. എന്നായി തൊട്ട് അറിഞ്ഞില്ലെന്നാ ഉച്ചക്കൊക്കെ നല്ല വേദന എടുത്തിട്ട് ഞാൻ കിടന്നെങ്കിൽ തീരെ പറ്റാണ്ടിരുന്നതോ? അറിഞ്ഞില്ല. എന്തേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നഗ എനിക്ക് കഴിയുമ്പോ നഗൊന്നുമില്ല. എവിടെയുണ്ട്? ഇവിടെയാ? നിന്റെ നഗന്യവും യക്ഷികളുടെ നഖം പോലെ വളർന്നിട്ടുണ്ട്. ഞായറാഴ്ച വേണം അതൊന്ന് വെട്ടാനായിട്ട്. ആനമൂക്കൻ എന്തിൻ്റെ കാണിച്ചിട്ടമ്മ? നമുക്ക് കഴിക്കാം, നമുക്ക് പോം കഴിക്കാം. അതിൻ്റെ മൂക്കുണ്ടോ? അതല്ല, പോം കഴിക്കാം. അപ്പൊ വേദന ഒക്കെ മാറും. എന്താ മോനെ ഈ പണ്ടത്തെ കാർന്നോര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് കളി വിളയാട്ടുന്നത്. അത് പറഞ്ഞ പോലെ എനിക്ക് ഇത്രയും വേദന എടുക്കുമ്പോൾ അവൻ കളിക്കാന്ന് പോം കളിക്കാന്ന് ക്യാമറ എന്താണാവോ പോം കഴിക്കാം. എനിക്ക് രസം. അപ്പം അതൊക്കെ മാറും. പോം കളിക്കാൻ ഈ കിളികളിയാക്കാൻ എന്നെ കൊണ്ട് വയ്യ. അവന് കിളികളിയൊക്കെ എനിക്ക് വിലക്കം കിട്ടും. പക്ഷെ ഇവൻ വെല്ലു പിടിക്കുമ്പോ എങ്ങനെ വെറുതെ കിടന്നിങ്ങനെ വെല്ലുവിളിക്കാൻ വരുവാണ്. ഇങ്ങനെ അറിയാം അമ്മേനെ കാണുമ്പോൾ പീഡിപ്പിക്കാൻ ഇഷ്ടമാണ്. പീഡിപ്പിക്കാൻ തോന്നുക എന്താണെന്ന് അറിയില്ല. അതിന് നല്ല മരുന്ന് കൊടുക്കണ്ടേ? എന്നെ കാണുമ്പോൾ എന്താ മരുന്നൊന്ന് തരും ഇത്ര വേഗം? വീട്ടിലത്തെ പണികള്, അവന്റെ കാര്യങ്ങള്, എൻ്റെ എൻ്റെ വയ്യായൊക്കെ കൂടിയിട്ട് വയ്യാതിരിക്കുമ്പോ എന്നെ പീഡിപ്പിക്കാൻ തോന്നിട്ടുണ്ടവന്. മരുന്ന് വേണ? എന്തരാ ഇടുവാ? അയ്യോ അമ്മേ എനിക്ക് വേണ്ട, എനിക്ക് മനസ്സിലായി ആ മരുന്ന്. ഇപ്പൊ തരാം മരുന്ന്. ഇങ്ങോട്ട് മരുന്നെടുക്ക്. ഞാൻ നല്ല മരുന്ന് ട്രൗസറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയ്യിലിട്ട് ഇത്തോട്ടെ പിടിച്ചിട്ട് നല്ല മരുന്നല്ലേ. പിന്നെ അവൻ ചെയ്യും വെറുതെ തൊട്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് കിടന്നിട്ട് പെടണ നാട്ടുകാർ കണ്ടു ഞാൻ അവനെ പിച്ച് തോലി എടുത്തു.
തോന്നുമ്പോ എനിക്ക് എന്തോ പേടിയാ. ഞാൻ തുണിയോട് കൊണ്ടുപോയിട്ടെ. വേണ്ട, ഇവിടെ ഇരിക്ക്. അയ്യോ അമ്മയ്ക്ക് വയ്യ, അമ്മ തുണിയോടെ കൊണ്ട് കളിക്കേ പൊന്നു. അമ്മയ്ക്ക് വയ്യ പറഞ്ഞില്ലേ, നീ എന്താ അറിയാത്ത അമ്മയുടെ വേദന? ശ്രദ്ധൊക്കെ പോവും. വയ്യാന്ന് ഇരിക്കുമ്പോ ചെലപ്പോ അത് തന്നെ എന്റെ മോനെ നമ്മളെന്താ വേദനയാന്ന് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. എനിക്ക് ദേഷ്യം പിടിപ്പിക്കല്ലേ. നമ്മളെ കൂതി എന്താണ് ശ്രദ്ധ അർപ്പിക്കാൻ. സത്യത്തിൽ തീരെ വയ്യ. നീ കുട്ടിക്കാണെങ്കിൽ അത് അവനെ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതറിയില്ല. എന്താ പറയുക, വേദനയൊക്കെ പറയുമ്പോഴേ അവന് കളിയാ. എൻ്റെ എന്താ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. അവനെപ്പോഴും ഞാൻ അടുത്ത് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം അവൻ്റെ അടുത്ത് ഞാൻ അധികം വേദനകളൊന്നും ഇങ്ങനെ കാണിക്കില്ല. കാണിച്ച കുട്ടിക്ക് കഴിഞ്ഞാൽ അത് വിഷമം ഉണ്ടാകുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് വരുമ്പോൾ അധികം വേദന അങ്ങനെ കാണിക്കാനും ബുദ്ധിമുട്ടാണ്. കുട്ടിക്ക് വിഷമാവും. ഇനി അധികം എനിക്ക് വേദനയാന്ന് പറഞ്ഞാൽ അത് ഒന്നും കൂടി വിഷമാവുള്ളൂ. അത് കാരണം ഇനിയിപ്പം മോന് ഓട്സ് ഉണ്ടാക്കി. ഇവിടെ മാമ്പഴമാണ് ഇഷ്ടം പോലെ. അപ്പുറത്ത് മൂവാണ്ടുമാവുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ മാമ്പഴം അവിടെ വീഴും. അപ്പോൾ ആ ചേട്ടൻ എല്ലാം നല്ല മാമ്പഴങ്ങളൊക്കെ നോക്കി മതിൻ്റെ അവിടെ വയ്ക്കും. കുറേയൊക്കെ ഇതപ്പോൾ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഊണ് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട്. മാമ്പഴം സൂപ്പർ മധുരമാണ്. പിന്നെ ഒരു വളരാത്ത സാധനമല്ലേ, അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും അടുത്ത് ചെല്ലട്ടെ. വലിയ വേദന കാണിക്കാൻ പറ്റില്ല അവിടെ വന്നു കഴിഞ്ഞാൽ. കണ്ണാ എന്താ പിന്നെ എന്താ വയ്യാലോ? എൻ്റെ വിഷമയ്യ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അമ്മയ്ക്ക് വിലക്കം എന്താന്ന് തോന്നുന്നു. നാളെ ഡോക്ടറോട് പറഞ്ഞിട്ടേ വിലക്കത്തിനുള്ള മരുന്ന് എന്തെങ്കിലും കഴിച്ചു. മോനെന്ത് ചെയ്യാൻ പറ്റും? കണ്ണിന് പറ്റില്ല. പിന്നെ കാല് കയറ്റി വെക്കാൻ കുറച്ച് നേരം. പക്ഷേ കാല് കയറ്റി വെക്കുമ്പോൾ അമ്മയ്ക്ക് വേദന കൂടുന്നു. ഊഞ്ഞി തരാൻ പറ്റണ പോലെ. ഞങ്ങൾ വേദന വരുമ്പോൾ ഞാൻ അവനോട് കാലെടുത്ത് എൻ്റെ പുറത്തിടാൻ പറയും. ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വയ്ക്കുമ്പോൾ അപ്പോൾ അതവൻ പറഞ്ഞ ഭാരം കയറ്റി വെച്ച് തരാൻ, എൻ്റെ കാല് വെച്ച് തരാന്ന്. ഡോണ്ട് വറി, വിഷമിക്കണ്ട. അമ്മയ്ക്ക് അമ്മ എന്തായാലും ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ കഴിച്ച് കിടക്കും. അപ്പോൾ വേദനയ്ക്ക് കുറച്ച് കുറവ് കിട്ടുമായിരിക്കും. അപ്പോൾ രാത്രി കഴിഞ്ഞ് കിട്ടും. പിന്നെ നാളെ രാവിലെ ഡോക്ടറെ അടുത്ത് പോയിട്ട് വിലക്കത്തിൻ്റെ കാര്യം പറയാം. അപ്പോൾ അവരെന്താ പറയണമെന്ന് നോക്കട്ടെ. അത് നടക്കുള്ളൂ. പിന്നെ ഒരു വിശേഷമൊന്നുമില്ലല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ വലിയ താങ്ക്സ് പറയണ്ടേ. സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ താങ്ക്സ് വ്യൂവേഴ്സ് അല്ല, വ്യൂവേഴ്സ് എന്ന് പറയണ്ട, അവരൊക്കെ നമ്മുടെ കൂട്ടുകാരാ. താങ്ക് യു കൂട്ടുകാരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. തന്നെ അല്ലാണ്ട് വ്യൂവേഴ്സ് ഒന്നും അങ്ങനെ പറഞ്ഞ് ഫോർമാലിറ്റി പാടില്ല. ഇപ്പോൾ അവരെല്ലാവരും നമ്മുടെ കൂട്ടുകാരാ. നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മളെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൂട്ടുകാരല്ലേ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലേ. ഇപ്പോൾ അവരൊക്കെ അന്തോനിയും അമ്മേനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഞാൻ എന്തിനും ഭക്ഷണം കൊടുക്കാനുള്ള സമയം. ഗുഡ് നൈറ്റ്. അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കട്ടെ. ഇനി മോന് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ.